കൃഷ്ണകുമാർ സിന്ധു ദമ്പതികൾക്ക് 4 മക്കൾക്ക് ജന്മം നൽകിയതിൻ്റെ പേരിൽ ഒരു കാലത്ത് നിരവധി പരിഹാസങ്ങളും കുത്തുവാക്കുകളും കേൾക്കേണ്ടി വന്നുവെന്ന് ദമ്പതികൾ പറയുന്നു. എന്നാൽ ഇന്ന് അവരറിയപ്പെടുന്ന താരങ്ങളായി മാറി. ഇന്ന് അറിയപ്പെടുന്നത് ഇഷാനയുടെയും അൻസികയുടെയും ദിയയുടെയും മാതാപിതാക്കൾ എന്ന ലേബലിലാണ്. നാം ഒന്ന് നമുക്ക് രണ്ട് എന്ന രീതിയിലാണ് എല്ലാ ദമ്പതികളും പിന്തുടരുന്ന കാലത്താണ് കൃഷ്ണകുമാറിൻ്റെയും സിന്ധുവിൻ്റെയും 4 മക്കൾക്ക് ജന്മം നൽകിയത്. അന്നത് പലരും അതിശയത്തോടെയാണ് കണ്ടിരുന്നത്. ഇപ്പോഴിതാ വീട്ടിൽ 2-ൽ കൂടുതൽ മക്കൾ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് പറയുകയാണ് സിന്ധു. ഒരു പുതിയ വ്ലോഗിൽ സംസാരിക്കുകയായിരുന്നു താരപത്നി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഉടനെ ഒരു കുഞ്ഞ് വേണമെന്ന് പ്ലാൻ ഇല്ലായിരുന്നു. അങ്ങനെ ആദ്യം അമ്മു ജനിച്ചു. അമ്മു വന്നതിന് ശേഷം രണ്ടാമതൊരു കുട്ടി കൂടെ ഉടനെ വേണമെന്നുള്ളത് എനിക്കുണ്ടായിരുന്നു. ആദ്യത്തെ കുട്ടിക്ക് 1.5 വയസ്സാകുമ്പോൾ രണ്ടാമത്തെ കുട്ടിയെ ഗർഭിണിയാകണമെങ്കിൽ ആദ്യത്തെ കുട്ടിക്ക് 2.5 വയസ്സാകുമ്പോൾ രണ്ടാമത്തെ കുട്ടി ജനിക്കും. മൂത്ത കുട്ടി പ്ലേ സ്കൂളിലൊന്നും പോകുന്ന പ്രായമല്ല. അതുകൊണ്ട് നമുക്ക് വളരെ റിലാക്സേഷനാണ് ആ സമയത്ത്. അല്ലാതെ മൂത്ത കുട്ടികൾ സ്കൂളിൽ പോകുന്ന പ്രായമാണെങ്കിൽ അമ്മമാർക്ക് പ്രസവം കഴിഞ്ഞാൽ വിശ്രമിക്കാൻ സമയം കിട്ടില്ല. ഇഷാനി പിറന്ന സമയം അമ്മു സ്കൂളിൽ പോകാൻ തുടങ്ങിയതുകൊണ്ട് അവളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണമായിരുന്നു. അമ്മുവും അൻസികയും തമ്മിൽ 10 വയസ്സിന് വ്യത്യാസമുണ്ട്. അതൊരു രസമാണ്. 4 മക്കളുള്ളതും നല്ലതാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. സിന്ധുവും കൃഷ്ണകുമാറും സംസാരിച്ചു കൊണ്ടിരിക്കെ ആ ഫ്രെയിമിലേക്ക് ന്യൂ മോം ദിയ കടന്നു വന്നു. ഡെലിവറിയല്ല തനിക്ക് പേടിയെന്നും ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്കിപ്പായി കിടക്കുകയാണ് വേണ്ടതെന്നും ഡെലിവറിയേക്കാൾ തനിക്ക് പ്രശ്നമായത് അതാണെന്ന് ദിയ പറയുന്നു. ഓമിക്ക് കൂട്ട് വേണ്ടേ എന്ന് ബേബി പ്ലാനിങ്ങിനെ കുറിച്ച് സിന്ധു ദിയയോട് ചോദിച്ചപ്പോൾ രസകരമായ മറുപടിയാണ് ദിയ പറഞ്ഞത്. ഒരെണ്ണമൊക്കെയാണ്. സിന്ധുവിൻ്റെ അടുത്ത ചോദ്യം ദിയയോട്, ഇവിടെ ലോഡ് കണക്കിന് ആളുകളൊന്നും ഇല്ലല്ലോ എന്ന്. എല്ലാവരോടും പ്രസവിച്ച് കൂട്ടാൻ പറ, ഓമിക്കതൊരു കൂട്ടാണല്ലോ എന്നായിരുന്നു അതിന് ദിയ നൽകിയ മറുപടി. നമുക്കൊരു പഞ്ചായത്ത് സൃഷ്ടിക്കാമെന്ന് സിന്ധു രസകരമായി പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റായി അമ്മയ്ക്ക് കയറിയിരിക്കാമെന്ന് ഓസിയും കൂട്ടിച്ചേർത്തു. ജൂലൈ ആദ്യവാരമാണ് ദിയയ്ക്ക് ആൺകുഞ്ഞ് പിറന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു അശ്വനും ദിയയുടെ വിവാഹം. നിയോ അശ്വൻ കൃഷ്ണ എന്നാണ് കുഞ്ഞിന് ദിയ നൽകിയിരിക്കുന്ന പേര്. വിവാഹവും പ്രസവവുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോകളും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരുമായി ദിയ കൃഷ്ണൻ പങ്കുവച്ചിരുന്നു. ഇനി കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിൽ വിവാഹം കഴിക്കാൻ പോകുന്നത് അഹാനയാണ്. ഏറ്റവും കൂടുതൽ പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.